119 സങ്കീർത്തനത്തിന്റെ 115 വാക്യം ഇന്നത്തെ പ്രഭാത ധ്യാനത്തിന് വേണ്ടി നമുക്ക് തുറക്കാം. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ട് പോകുവീൻ. എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്ന് പോകുവീൻ. എന്തിനാണ് ഈ ഒരു വേർപാടുണ്ടാക്കുന്നത്? ആരാണ് ഉണ്ടാക്കുന്നത്? അത് ഞാനാണ് ഉണ്ടാക്കേണ്ടത്. ആരാണ് ഞാൻ? എൻ്റെ ദൈവത്തിൻ്റെ വചനം എനിക്ക് പ്രമാണിക്കണമെന്ന് അതിയായ വാഞ്ചയുള്ള ഞാൻ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കണം. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. മദ്യപാനികളോട് സുവിശേഷം പറയാൻ വേണ്ടി മദ്യഷാപ്പിൽ പോയി ഇരിക്കണം എന്ന് ഒരാൾ ശഠിക്കുന്നെങ്കിൽ അയാളെ ചിലപ്പോൾ മദ്യത്തിലേക്ക് തള്ളിയിടുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം മനുഷ്യരാരും അത്ര സ്ട്രോങ് ഒന്നുമല്ല. ഒരു മേശയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നു, താഴെ ഒരാൾ ഇരിക്കുന്നു. മുകളിൽ നിൽക്കുന്ന മനുഷ്യൻ താഴെ ഇരിക്കുന്ന ആളെ കയ്യാൽ പിടിച്ച് പൊക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല ബലം കൊടുക്കണം. എന്നാൽ അതേ സമയത്ത് ആ താഴെ ഇരിക്കുന്ന മനുഷ്യൻ ഇതിനിടയിൽ ഒരൊറ്റ വലി വലിച്ചാൽ മുകളിൽ നിൽക്കുന്നവൻ തലയും കുത്തി താഴെ വീഴും. സ്പഷ്ടം. ഇത് നമുക്ക് തരുന്ന പാഠം, ആത്മീയമായി ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാളെ പാതാളത്തിലേക്ക് വലിച്ചു താഴ്ത്താൻ കുഴിയിലിരിക്കുന്നവന് ഈസിയാണ്. എന്നാൽ കുഴിയിലിരിക്കുന്നവനെ വലിച്ചു മോളിക്കയറ്റാൻ അത്രത്തോളം എളുപ്പമല്ല. ദുഷ്കർമ്മികളെ ഒന്ന് മാറി നിൽക്കാവോ? എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കണം. കുറച്ചുകൂടെ നല്ല ഒരർത്ഥം ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കട്ടെ. ഗെറ്റ് അവേ ഫ്രം മീ യു ഹു ഡു ഈവിൾ, then I can do what my God commands me to do. Then I can do what my God commands me to do. Then I can do. ദൈവം എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് അറിയാനും അത് പ്രവർത്തിക്കാനും എനിക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളൊരല്പം ഒന്ന് മാറി നിൽക്കണം. പ്ലീസ് കീപ് യുവർ ഡിസ്റ്റൻസ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് രാവിലെ പറയുകയാണ്. നമുക്ക് ആളുകളെ നേടണം. അത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തരുതെന്നുള്ളത് സെക്കൻഡ് പ്രയോറിറ്റി അല്ല എന്നതും ഓർക്കണം. കഴിഞ്ഞ ചിന്തയിൽ പറഞ്ഞു, മറവിടവും പരിചയും വാളും. ഇതിൽ മറവിടവും പരിചയും സ്വയരക്ഷയ്ക്കാണ്. അത് തന്നെയാണ് ഈ വേദഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം നമ്മെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയും? യേശുക്രിസ്തുവിന് മാത്രമേ സ്വയരക്ഷ ആവശ്യമില്ലാത്ത ആളുള്ളൂ. യേശുക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ടാൽ യേശുക്രിസ്തു അശുദ്ധനാകുകയില്ല, കുഷ്ഠരോഗി ശുദ്ധനാകും.
എന്നാൽ മറ്റൊരു മനുഷ്യൻ കുഷ്ഠരോഗിയെ തൊട്ടാൽ കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറുകയുമില്ല, തൊട്ടവൻ അശുദ്ധനാകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മെ തന്നെ സൂക്ഷിക്കുക എന്ന സന്ദേശം ഈ വചനത്തിലുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.